children, welcome to Kids Area Online. Kids Area Online ഒന്നാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ട്യൂഷൻ നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ LKG UKG ക്ലാസ്സുകൾ നൽകുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഇവയുടെ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ്സസും നൽകുന്നുണ്ട്. സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. റെക്കോർഡ് ക്ലാസ്സസും അവൈലബിൾ ആണ്. ഫീ നൽകിയാണ് പഠിക്കുവാനുള്ളത്. താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799 ഈ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, ഇന്റഗ്രേഷൻ ഡേ 3 എക്സാം ആയിരുന്നു അല്ലേ? എക്സാം ഈസി ആയിരുന്നോ? യെസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ലെറ്റ്സ് ബൈ ടോയ്സ്. ടോയ്സ് മേടിക്കുന്നതിനെ കുറിച്ചായിരുന്നു. അഭിനന്ദ് ഹാസ് 150 rupee നോട്ട്. ഒരു 50 രൂപയുടെ നോട്ട് ഉണ്ട്. 3 10 rupee നോട്ട്സ്, 10 രൂപയുടെ 3 നോട്ടുകളുണ്ട്. ആൻഡ് 6 1 rupee കോയിൻസ്. 1 rupee കോയിൻസ് 6 എണ്ണമുണ്ട്. ഹൗ മച്ച് ഈസ് ദ ടോട്ടൽ എമൗണ്ട് വിത്ത് അഭിനന്ദ്? അഭിനന്ദിന്റെ കയ്യിലുള്ള ടോട്ടൽ എമൗണ്ട് എത്രയാണ്? അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് 50 റുപ്പിയുടെ എത്ര നോട്ടാ ഉള്ളേ? 1. 50 റുപ്പിയുടെ ഒരു നോട്ട്. 10 റുപ്പിയുടെ 3 നോട്ടുകളുണ്ട്, 3 നോട്ട്സ്. അപ്പോൾ എത്രയായി? 30. 1 രൂപ കോയിൻ 6 എണ്ണമുണ്ട്. അപ്പോൾ എത്രയായി ടോട്ടൽ എമൗണ്ട്? 86. ഓക്കെ, 86 ആണ് ടോട്ടൽ എമൗണ്ട് വരിക. ഇതിൽ നിന്നും താഴോട്ടുള്ള ചോദ്യങ്ങൾ നോക്കാം. പ്രൈസ് ലിസ്റ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഡോൾ 32 rupees, എയ്റോപ്ലെയിൻ 38, ബോൾ 48, ടോയ് കാർ 46, ഡ്രം 54, ടോയ് മൊബൈൽ 41. അപ്പോൾ ഇതാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. വിച്ച് ഐറ്റം ക്യാൻ ബി ബോട്ട് വിത്ത് ദ ഹോൾ എമൗണ്ട് ദാറ്റ് അഭിനന്ദ് ഹാസ്? ഈ അഭിനന്ദിന്റെ കയ്യിലുള്ള മുഴുവൻ രൂപ ഉപയോഗിച്ച് ഏതൊക്കെ ടോയ്സ് മേടിക്കാൻ കഴിയും? 86 രൂപ, 86 റുപ്പീസ് ആണ് ആരുടെ കയ്യിലുള്ളത്? നമ്മുടെ അഭിനന്ദിന്റെ കയ്യിലുള്ളത്. അപ്പോൾ ഇവിടെ ടോയ് കാർ നോക്കി. ടോയ് കാർ 46 റുപ്പീസ് ആണ്. ടോയ് കാർ 46 റുപ്പീസ് ആണ്. അപ്പൊ അതിനോട് ചേർത്ത് നമുക്ക് എന്താണ് വാങ്ങാൻ കഴിയുക? ഡോൾ മേടിക്കാം. ഡോൾ മേടിച്ചാൽ എത്ര രൂപയായി? 78 റുപ്പീസ് ആയി. എത്ര രൂപയായി? 78 റുപ്പീസ് ആയി. അതുപോലെ എന്തൊക്കെ സാധനങ്ങളാണ് മേടിക്കാനായിട്ട് കഴിയുക എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ വേഗത്തിലൊന്ന് നോക്കി എന്തൊക്കെയാ മേടിക്കാൻ കഴിയാം? എന്തൊക്കെ മേടിക്കാൻ കഴിയും? ടോയ് കാറും ഡോളും വാങ്ങിയാൽ നമുക്ക് വാങ്ങാൻ പറ്റും. ടോയ് കാറും എയ്റോപ്ലെയിനും മേടിക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. ഇതിലിപ്പോൾ നമുക്ക് മേടിക്കാൻ കഴിയുന്ന ഐറ്റംസ് എന്തൊക്കെയാണ്? ടോയ് കാറും ഡോളും മേടിക്കാം. അപ്പോൾ ടോയ് കാറും ഡോളും മേടിക്കുകയാണെങ്കിൽ ടോയ് കാർ എന്ന് ഇവിടെ എഴുതുക. പിന്നെ മേടിച്ച ഡോളും ഇവിടെ എഴുതുക. ടോയ് കാറിന് എത്ര രൂപയാണ്? 46 ആണ്. ഡോളിന് എത്ര രൂപയാണ്? 32 ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര രൂപയായി? 78 റുപ്പീസായി. 78 രൂപയാകുന്നുള്ളൂ. 86 രൂപ എൻ്റെ കയ്യിൽ വാങ്ങാൻ കഴിയും. ഇനി വേറെ എന്തൊക്കെ മേടിക്കാം? ഡോളും എയ്റോപ്ലെയിനും മേടിക്കാം. ഡോൾ മേടിക്കാം, എയ്റോപ്ലെയിൻ മേടിക്കാം. അതുപോലെ ടോയ് മൊബൈൽ വാങ്ങിക്കാം, ഡോൾ വാങ്ങാം. ഓരോരുത്തരും ഓരോന്നായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. ടീച്ചർ ഇപ്പോൾ ഇവിടെ എഴുതാൻ പോകുന്നത് ഡോൾ മേടിക്കാം, അതോടൊപ്പം എയ്റോപ്ലെയിൻ മേടിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്രയാകും? എയ്റോപ്ലെയിൻ മേടിച്ചാൽ എത്രയാകും? ഡോളിന് എത്ര രൂപയാണ്? 32 റുപ്പീസ് ആണ്. എയ്റോപ്ലെയിൻ എത്രയാണ്? 38 ആണ്. അപ്പോൾ എത്രയാകും? 70 ആകും. അപ്പോൾ ഓരോരുത്തരും അവരുടെ ഐഡിക്ക് അനുസരിച്ചായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. ഇനി 86 റുപ്പീസിനും സാധനം മേടിക്കാൻ ആഗ്രഹമുള്ളവർ എന്ത് ചെയ്യും? ഡ്രമ്മും ഡോളും മേടിച്ചാൽ എത്രയായി? ഡ്രം എത്രയാണ്? 54. ഡ്രം 54. അതുപോലെ ഡോൾ 32. അങ്ങനെയാണെങ്കിൽ 86 റുപ്പീസായി. ഏത് ചെയ്താലും കറക്റ്റ് തന്നെയാണ്. ഓക്കെ, 86 റുപ്പീസ് ഉണ്ട്. അതുപയോഗിച്ച് എന്തൊക്കെ മേടിക്കാൻ കഴിയും? അത്രയും രൂപ ഉപയോഗിച്ച് എന്തൊക്കെ മേടിക്കാനാണ് കഴിയുന്നുണ്ടാവുക. അടുത്ത ക്വസ്റ്റ്യൻ. അഭിനന്ദ് ഫ്രണ്ട് ബോട്ട് എ ടോയ് മൊബൈൽ. അഭിനന്ദിന്റെ ഫ്രണ്ട് ഒരു ടോയ് മൊബൈൽ വാങ്ങി. ഷീ ഗേവ് എ 50 rupee നോട്ട്. ഹൗ മച്ച് ഈസ് ദ ബാലൻസ്? അപ്പോൾ ടോയ് മൊബൈലിന് എത്ര റുപ്പിയാണ്? 41 റുപ്പിയാണ്. 50 റുപ്പീസ് കൊടുത്തു. 41 റുപ്പീസ് ആണ് ടോയ് മൊബൈലിന്റെ വില. അപ്പോൾ എത്രയായിരിക്കും ബാലൻസ് കിട്ടിയിട്ടുണ്ടാവുക? 9 റുപ്പീസ് ആണ് ബാലൻസ് കിട്ടിയിട്ടുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതിൽ വരുന്നത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ടോയ് ഹാസ് ദ ഹയസ്റ്റ് പ്രൈസ്?
ഏറ്റവും വില കൂടിയ ടോയ് ഇതിൽ ഏതാണ്? ഡ്രം ആണ്. എത്ര രൂപയാ? 54 ആണ്. അപ്പോൾ ഏതാണ് ഏറ്റവും വില കൂടിയത്? ഡ്രം ആണ്. ഡ്രം 54 റുപ്പീസ് ആണ്. ഓക്കെ, അപ്പൊ എല്ലാവരും ഈ ക്വസ്റ്റ്യൻ നല്ലതുപോലെ അറ്റൻഡ് ചെയ്തല്ലോ, ചെയ്തില്ലേ? യെസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയാവോ? കോഴിയും പൂച്ചയും. കോഴിയമ്മയ്ക്ക് സങ്കടമായി. വികൃതി പൂച്ച തന്റെ മുട്ടകളെല്ലാം പൊട്ടിച്ചു. ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല, ഒരു പരിഹാരം കാണണം. മുട്ടയിടുന്ന കൂട്ടുകാരുടെ യോഗം വിളിക്കാൻ കോഴിയമ്മ തീരുമാനിച്ചു. പല്ലി വന്നു. പല്ലി പറയാണ് കോഴിയോട്, ഞാനുമുണ്ട് കൂടെ. അപ്പോൾ ജീവികളെ അവയുടെ പ്രജനന രീതിക്കനുസരിച്ച് പട്ടികപ്പെടുത്തുക. അപ്പൊ കോഴി എങ്ങനെയാ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്നത്? മുട്ട വിരിയിച്ചാണ് അല്ലെ, മുട്ടയിട്ടാണ് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നത്. പൂച്ചയാണെങ്കിലോ എങ്ങനെയാണ്? പൂച്ച എങ്ങനെയാണ്? പ്രസവിച്ചാണ് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ മുട്ടയിട്ട് വളർത്തുന്ന ഏതൊക്കെ നിങ്ങൾക്ക് അറിയാം? അതെന്ത് ചെയ്യുക? ഇവിടെ എഴുതുക. എന്തൊക്കെ എഴുതാം? താറാവ്, നമ്മൾ മുകളിൽ പല്ലിയെ കണ്ടില്ലേ? പല്ലി, തത്ത, കാക്ക, ഉറുമ്പ്, ഇതൊക്കെ എന്ത് ചെയ്യാം? നമുക്ക് മുട്ടയിടുന്നവരുടെ കൂട്ടത്തിൽ എഴുതാം. പ്രസവിച്ച് വളർത്തുന്നത് ആരൊക്കെയാണ്? പശു, നായ, ആട്, പൂച്ച, അണ്ണാൻ. ഇതൊക്കെ എന്താ? പ്രസവിച്ചാണ് അല്ലേ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. കുഞ്ഞുങ്ങളെ പ്രജനന രീതി എന്ന് പറയുമ്പോൾ അവരെങ്ങനെയാണ് കുഞ്ഞുങ്ങൾ മുട്ടയിട്ടാണോ പ്രസവിച്ചാണോ ഉണ്ടാക്കുക? അപ്പോൾ ഇവിടെ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നതും പ്രസവിച്ച് കുഞ്ഞുങ്ങളെ വളർത്തുന്നതായിട്ടുള്ള ജീവികൾ. ഓക്കെ, ഇതെല്ലാവരും കറക്റ്റായിട്ട് ചെയ്തുവല്ലോ. അടുത്തത് പ്രവർത്തനം 13, ഇലത്തോണിയിൽ. കുഞ്ഞുറുമ്പ് കാൽ തെറ്റി പുഴയിൽ വീണു. മരത്തിലിരുന്ന കിളി ഇല കൊത്തി വെള്ളത്തിലിട്ടു. ഇലത്തോണിയിൽ കയറി ഉറുമ്പ് കരപയറ്റി. വീട്ടിലെത്തിയ കുഞ്ഞുറുമ്പ് അച്ഛനോടും അമ്മയോടും ഈ കാര്യങ്ങൾ പറഞ്ഞു. അവർ തമ്മിലുള്ള സംഭാഷണം എഴുതൂ. അപ്പൊ കുഞ്ഞുറുമ്പ് എന്ത് പറഞ്ഞിട്ടുണ്ടാവാം? ഞാൻ ഇന്ന് വരുന്ന വഴിക്ക് എവിടെ വീണു? വെള്ളത്തിൽ വീണു. അപ്പോൾ അമ്മ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റി? എന്നെ രക്ഷിക്കാനായി മുകളിൽ ഒരു കിളി ഉണ്ടായിരുന്നു, ആ കിളി എനിക്ക് ഇല കൊത്തിയിട്ട് തന്നു. അച്ഛൻ ചോദിച്ചിട്ടുണ്ടാവും, നീ എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് ചോദിച്ചിട്ടുണ്ടാവും അല്ലെ. ആ ഇലയിൽ കയറി ഞാൻ എന്ത് ചെയ്തു? കരയ്ക്കെത്തി. ഇങ്ങനെ എന്ത് ചെയ്യാം? ഓരോരുത്തരും ഓരോ ഐഡിയക്ക് അനുസരിച്ചായിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവുക. അടുത്ത പ്രവർത്തനം കേമനാര് എന്നായിരുന്നു. താഴെ ഇഴഞ്ഞു നീങ്ങുന്ന ആമയെ കണ്ട് പരുന്ത് പറന്നിറങ്ങി. പരുന്തിനെ കണ്ടതും ആമ തലയും കാലുകളും അകത്തേക്ക് വലിച്ചു. ആമയുടെ മറ്റു ചില പ്രത്യേകതകൾ വായിച്ചു നോക്കൂ. ആമ പറയാണ്, എനിക്ക് കട്ടിയുള്ള പുറന്തോടുണ്ട്, ഞാൻ കരയിലും വെള്ളത്തിലും സഞ്ചരിക്കും, സസ്യങ്ങളും ചെറുജീവികളുമാണ് എൻ്റെ ആഹാരം, ഞാൻ കുറെ കാലം ജീവിക്കും, മുട്ടയിടുന്ന ജീവിയാണ് ഞാൻ, ഇതൊക്കെ പറയാണ്. അതുപോലെ പരുന്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? പരുന്തിന്റെ ആഹാരം എന്താണ്? പരുന്ത് ആകാശത്തിൽ വളരെ ഉയരത്തിൽ പറക്കാൻ കഴിയും. എനിക്ക് വളരെ ഉയരത്തിൽ പറക്കുവാൻ കഴിയും. അടുത്തെന്ത് പറയാം? എനിക്ക് നല്ല കാഴ്ച ശക്തിയുണ്ട്. എനിക്ക് ചെറിയ പ്രാണികളെ, ചെറിയ ജീവികളെ റാഞ്ചാൻ കഴിയും. മൂർച്ചയുള്ള കൊക്കുണ്ട്. അതുപോലെ എന്താണ്? നഖങ്ങളുണ്ട്. എനിക്ക് പറക്കാൻ കഴിയും. മുട്ടയിട്ടാണ് ഞാൻ കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നത്. ഇതൊക്കെ ചേർത്ത് എന്താ ചെയ്യാ? പരുന്തിന്റെ പ്രത്യേകതകൾ എഴുതുക എന്നുള്ളതായിരുന്നു അടുത്ത ആക്ടിവിറ്റി. ഓക്കെ, എല്ലാവരും ഇപ്പോൾ എക്സാം നല്ലതുപോലെ എഴുതിയില്ലേ? ഈസി ആയിരുന്നില്ലേ എക്സാം? നന്നായിട്ട് എഴുതിയല്ലോ എക്സാം? യെസ്. ഓക്കെ ചിൽഡ്രൻ, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.